ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല ഫ്രസ്ട്രേഷനിലിരിക്കുന്ന വൃദ്ധനാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു ക്യാബിൻ്റെ അകത്ത് വെച്ച് നല്ല ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ടുമുട്ടും. പതിയായി വൃദ്ധൻ്റെ ഉള്ളിൽ നിന്ന് ഇവൻ്റെ പ്രായത്തെപ്പറ്റിയുള്ള ചിന്തകൾ പോവുകയും അങ്ങോട്ടുള്ള യാത്രയിൽ പലതരം കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകോൺട്രി പ്രൊബിട്രി എന്ന് പറഞ്ഞ് 1998 റിലീസ് ചെയ്ത ഒരു ഇറ്റാലിയൻ പടമാണ്. ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന നോർമൻ എന്ന് പറഞ്ഞ പ്രായമായിട്ടുള്ള ഒരാളായിരുന്നു. അവൻ്റെ ട്രെയിനാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ആ ട്രെയിനിൽ അവൻ്റെ കോച്ച് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് പെട്ടെന്ന് ഒരു പെൺകുട്ടിയാണെങ്കിൽ അവനെ പുറകിൽ നിന്ന് വിളിക്കുന്നത്. അവളാണെങ്കിൽ അവളുടെ അച്ഛനാണെന്നൊരു തെറ്റിദ്ധരിച്ചായിരുന്നു ഇവനെ വിളിച്ചത്. അവൾക്കാണെങ്കിൽ ആൾ മാറിപ്പോയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കിനും സോറി പറഞ്ഞിട്ട് അങ്ങ് പോകും. നോർമനാണെങ്കിൽ അതൊരു സാധാ സംഭവമായിട്ട് എടുക്കും. പക്ഷേ അവൻ അവളുടെ ക്യാരക്ടർ പിടികിട്ടും. എല്ലാവരുമായിട്ട് കമ്പനി ആകുന്ന ഒരു ക്യാരക്ടറാണെന്നൊക്കെ. എന്തോ ഒരു കോയിൻസിഡൻസ് കൊണ്ട് അവർക്കാണെങ്കിൽ ഒരേ ട്രെയിനിൽ ഒരേ സ്ഥലത്തേക്കായിരുന്നു പോകേണ്ടത്. അങ്ങനെ അവളാണെങ്കിൽ അവൻ്റെ ബാഗ് പിടിക്കാൻ സഹായിക്കാമെന്നൊക്കെ പറയും. പക്ഷേ നോർമനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ അപരിചിതരായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകാൻ അത്ര താല്പര്യമില്ലായിരുന്നു. പിന്നീട് അവരാണെങ്കിൽ അവരുടെ കോച്ച് കണ്ടുപിടിച്ച് കയറാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അവളാണെങ്കിൽ അവനെ സഹായിക്കാൻ നോക്കുമ്പോഴത്തേക്കിനാണ് അവൻ്റെ കാലാണെങ്കിൽ ഒന്ന് ഇടറി താഴോട്ട് വീഴാൻ പോകുന്നത്. അതാണെങ്കിൽ അവന് ബുദ്ധിമുട്ടും ഉണ്ടാക്കുമായിരുന്നു. നോർമനാണെങ്കിൽ ഓൾറെഡി നല്ലൊരു ക്യാബിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ സുഖമായിട്ട് അവിടെ പോയിട്ടിരിക്കും. അങ്ങനെ ട്രെയിനാണെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് ഒരു തുരങ്കത്തിൽ കൂടെ കയറുമ്പോഴത്തേക്കിനും ക്യാബിൻ മുഴുവൻ ഇരുട്ടാവും. പെട്ടെന്ന് ഇവന് മനസ്സിലാവും ആരോ അവൻ്റെ ആ ക്യാബിന് കയറിയിട്ടുണ്ടെന്ന്. വെളിച്ചം വരുമെന്ന് നോക്കുമ്പോഴത്തേക്കിനുമാണെങ്കിൽ അവിടെ വെച്ച് കണ്ട പെണ്ണായിരുന്നു. അവനാണെങ്കിൽ അവളെ എന്ത് ഭാവിച്ചാന്നിങ്ങനെ ഓർത്ത് അവളെ ഒന്ന് അടിമുടി വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അന്നേരമാണ് അവളുടെ പേര് സോഫിയ എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അവളുടെ ക്യാബിനിലാണെങ്കിൽ ഭയങ്കര ബഹളമായതുകൊണ്ട് ഇങ്ങോട്ട് വന്നെന്നും പറയും. നോർമനാണെങ്കിൽ ഇത് തൊട്ട് ഇഷ്ടപ്പെടത്തില്ല. ഇവനോട് അനുവാദം പോലും ചോദിക്കാതെ ഇങ്ങനെ കയറിയതിൻ്റെ കാര്യം ഓർത്ത് അവനാണെങ്കിൽ അവളോട് ഓരോന്ന് തർക്കിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പക്ഷേ അവൻ്റെ ഉള്ളിലാണെങ്കിൽ അവനാണെങ്കിൽ അവളെ അടിമുടി ഒന്ന് നിരീക്ഷിച്ചേക്കുമായിരുന്നു. അവളുടെ സൗന്ദര്യം ഇവനെ ഏകദേശം ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതിയെ അവരാണെങ്കിൽ സാധാ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. സോഫി പറയും അവളാണെങ്കിൽ വീടുകളിൽ കൂടെ പോയി വയ്യാത്ത ആളുകളെ നോക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നോർമനോട് ഇങ്ങോട്ട് തന്നെ സഹായം വേണമെന്ന് ചോദിച്ചെന്നൊക്കെ. നോർമൻ തിരിച്ചവൻ്റെ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവൻ ഇത്രയും കാലത്തെ അനുഭവങ്ങളെ പറ്റിയൊക്കെ പറയും. സോഫിയാണെങ്കിൽ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ സമയം പോകുന്ന എല്ലാം മറന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നോർമൻ ആ സിറ്റിയിലേക്ക് ഇപ്പോൾ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിയായിരുന്നു. അതേസമയം സോഫി അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കെട്ടാൻ പോകുന്ന ആളെ കാണാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ പിന്നീട് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ശേഷം രണ്ടുപേരും ഒരുമിച്ച് ഒരു ടാക്സി പോകും. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞ് സോഫിയാണെങ്കിൽ അവളുടെ ഭാവി കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ ശേഷം അവളുടെ വഴിക്ക് അങ്ങ് പോകും. പിന്നീട് നോർമനാണെങ്കിൽ കറക്റ്റ് സമയത്ത് ആ മീറ്റിങ്ങിൽ എത്തുകയൊക്കെ ചെയ്യും. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനുമാണ് സോഫിയാണെങ്കിൽ അവൻ്റെ അടുത്തോട്ട് വരുന്നതും അവൻ്റെ അടുത്ത് തന്നെ സംസാരിക്കാൻ തുടങ്ങുന്നതും. അവൾ പറയും അവൾ വന്ന കാര്യമാണെങ്കിൽ ഇന്ന് നടക്കത്തില്ല, അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചെന്ന്. പിന്നീട് നോർമനാണെങ്കിൽ പോകാൻ തുടങ്ങാൻ നേരത്ത് അവൻ്റെ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനുമാണ് അവൻ്റെ ബുക്കിങ്ങിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയതുകൊണ്ട് ഉള്ള റൂമെല്ലാം ബുക്കാണ് എന്നറിയുന്നത്. അന്നേരമാണ് സോഫിയാണെങ്കിൽ അവൾ ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് നോർമനെയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ആ ഹോട്ടലാണെങ്കിൽ എല്ലാ മുറിയും തീർന്നിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് സോഫി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ദിവസം നോർമനാണെങ്കിൽ അവളുടെ കൂടെ മുറി കിടന്നോളാൻ വേണ്ടി പറയും. അവൻ ആദ്യം ഒരു മടിയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അതിന് സമ്മതിക്കും. പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നേരെ മുറിയിലേക്ക് പോകും. ആ മുറിയിലാണെങ്കിൽ ഒറ്റ കട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും അവിടെ കിടക്കുകയൊക്കെ ചെയ്യും. നോർമലാണെങ്കിൽ എന്തൊക്കെ ഒരു അസ്വസ്ഥത പോലെ ഉണ്ടായിരുന്നു. പക്ഷേ സോഫിയയ്ക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. അവൾ കുറേ തമാശയൊക്കെ പറഞ്ഞ ശേഷം സുഖമായിട്ട് കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെയാണ് അപ്രതീക്ഷിതമായിട്ട് അവൾ കെട്ടാൻ പോകുന്നവനാണെങ്കിൽ ആ മുറിയിലേക്ക് കയറി വരുന്നത്. അവളാണെങ്കിൽ കുളിച്ചിട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ കട്ടിലേലാണെങ്കിൽ ഒരു വൃദ്ധനെയും കൂടെ കാണുന്നതുകൊണ്ട് അവനാണെങ്കിൽ ഇവരെ രണ്ടുപേരും തെറ്റിയിരിക്കും. നോർമനാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കും. പക്ഷേ അവനാണെങ്കിൽ സമ്മതിച്ച് കൊടുക്കുന്നില്ലായിരുന്നു. പിന്നീട് അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവുന്നോർത്ത് നോർമനാണെങ്കിൽ തൽക്കാലം അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതിനുശേഷം സോഫിയ അവനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. വീട്ടിൽ വന്നിട്ട് നോർമനാണെങ്കിൽ അവൻ്റെ ഭാര്യയായിട്ടുള്ള മരിയയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. മരിയാണെങ്കിൽ ഇത് കേട്ട് എന്തെങ്കിലും പറയുമെന്നുള്ള പേടി ഇവനുണ്ടായിരുന്നു. പക്ഷെ മരിയയാണെങ്കിൽ സന്തോഷത്തോടു കൂടിയായിരുന്നു ഇതെല്ലാം അംഗീകരിച്ചത്. കാരണം അവൾക്കാണെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇവർ തമ്മിലൊന്നും നടന്നിട്ടില്ലെന്ന്. അങ്ങനെ പിന്നീട് നോർമലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് നോർമനെ കാണാൻ വേണ്ടി സോഫിയാണെങ്കിൽ അവൻ്റെ വീടിന് മുന്നിലായിട്ട് വരുന്നത്. നോർമനാണെങ്കിൽ ഭാര്യ എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് അവളെ ഒഴിവാക്കാൻ ഓർത്തിരിക്കുമ്പോഴത്തേക്കിനുമാണ് ഭാര്യ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് അവളോട് പോയി സംസാരിക്കാൻ. അങ്ങനെ സോഫിയനെ കാണുമ്പോൾ അവളാണെങ്കിൽ പറയും അവളുടെ കാമുകനുമായിട്ട് ബ്രേക്കപ്പായി. ഇപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടത്തിൽ തോന്നുന്നതും അതുപോലെ തന്നെ നോർമനുമായിട്ടുണ്ടായിരുന്ന സമയങ്ങളൊക്കെ അവൾക്ക് മനസ്സിന് നല്ല സുഖമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നോർമനെ തേടി വന്നെന്ന് പറയും. ഇതേ സമയം തന്നെ മരിയയാണെങ്കിൽ രണ്ടുപേരെ അകത്തോട്ട് കയറ്റി ഇവരെല്ലാം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മരിയ പറയും സോഫിയനെ പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെയാണ് എപ്പോഴും നോർമൻ്റെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വരാൻ തുടങ്ങിയെന്ന്. അതിനുശേഷം പിന്നീട് സോഫിയാണെങ്കിൽ ഡെയിലി വീട്ടിലേക്ക് വരാൻ വേണ്ടിയൊക്കെ തുടങ്ങും. ഒരു ദിവസം സോഫിയ ആണെങ്കിൽ നോർമനെ ആണെങ്കിൽ അവളുടെ പേരൻസിന് പരിചയപ്പെടുത്തി കൊടുക്കും. അവരും
സോഫിനെ പോലെ തന്നെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ളവരായിരുന്നു. അങ്ങനെ നോർമനാണെങ്കിൽ ശരിക്കും സന്തോഷമാവും. അവനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഭാര്യയായിട്ടുള്ള മരിയോട് ചെന്ന് പറയും. മരിയവാണെങ്കിൽ ഇനി സപ്പോർട്ട് ചെയ്യും. മനസ്സിൽ എന്ത് തോന്നുന്നു അതുപോലെ തന്നെ ചെയ്തോ. കാരണം അവനാണെങ്കിൽ കുറേ കാലം കൂടി സന്തോഷിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ബിസിനസ്സും കാര്യങ്ങളും നിന്നൊക്കെ ഇച്ചിരി ഒന്ന് മാറിയിട്ട്. അങ്ങനെ ദിവസങ്ങൾ പോകുന്നതനുസരിച്ച് സോഫിയയും നോർമനും തമ്മിലുള്ള ബന്ധങ്ങൾ ഇച്ചിരി കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അവരാണെങ്കിൽ പരസ്പരം ഒരുപാട് സമയം ചെലവഴിക്കാനും അതുപോലെ തന്നെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ച് ചെറുതായിട്ട് ബന്ധപ്പെടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോർമനാണെങ്കിൽ അവളുടെ കൂടെയുള്ള ജീവിതം ശരിക്കും ആസ്വദിച്ച് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവളുമായിട്ട് വീണ്ടും ബന്ധപ്പെടാൻ വേണ്ടി ഒരു ഹോട്ടലിലെത്തുമ്പോഴാണ് നോർമൻ ഞെട്ടിപ്പോകുന്നത്. അവളാണെങ്കിൽ മറ്റൊരു യുവാവിനെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കാണുന്ന നോർമനാണെങ്കിൽ ഭയങ്കര വിഷമാവും. അവന് പിടിയിട്ടും അവളാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ആഗ്രഹിക്കുന്നവളാണെന്നും അതിലൊരാൾ മാത്രമായിരുന്നു ഇവനെന്നും. അങ്ങനെ ഇവനാണെങ്കിൽ വീണ്ടും സങ്കടത്തിലായി അവൻ്റെ ഭാര്യയോട് പോയി കാര്യങ്ങളൊക്കെ പറയും. ഭാര്യയാണെങ്കിൽ അവന് തൽക്കാലം ആശ്വാസ വാക്കൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും.